ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ മറ്റൊരു അടിപൊളി ഡിസൈനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു ചെറിയൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ ഉള്ളിലായിട്ട് കോർണേഴ്സ് കണക്ട് ചെയ്ത് നമ്മൾ പൂവിൻ്റെ ഇതേപോലത്തെ ഫിഗർ കണക്ട് ചെയ്ത് വരച്ചു. ഇത്രയാണ് ചെയ്തത്. ഇനി ഇടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതും കണക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് നടുക്കൊരു പൂവിൻ്റെ ഷേപ്പ് വരത്തക്ക വിധം നമ്മൾ വരച്ചെടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പുറമേ ഒരു സർക്കിൾ വരച്ചെടുത്തു. അകത്ത് നമ്മൾ ഒരു പൂവിൻ്റെ ഷേപ്പും ഒരു സർക്കിളും പുറത്തും ഒരു സർക്കിൾ നമ്മൾ വരച്ചെടുത്തു. ഇനി ഉള്ളിലുള്ള സർക്കിളിന് പുറത്തായിട്ട് മറ്റൊരു സർക്കിൾ കൂടെ നമ്മൾ വരച്ചെടുത്തു. ഇനി വീണ്ടും ഒരു സർക്കിളൂടെ വരച്ചു. ടോട്ടൽ 1, 2, ഇപ്പം 3 സർക്കിളാണ് നമ്മൾ ഉള്ളിൽ വരച്ചത്. ഈ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. 4, 5 ആയി. 5 സർക്കിൾ നമ്മൾ അകത്ത് വെച്ച് 1, 2, 3, 4 സർക്കിൾ നമ്മൾ അകത്ത് വരച്ചിട്ടുണ്ട്. ടോട്ടൽ 5 സർക്കിൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 5 സർക്കിളാണ് ഉള്ളിൽ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ സർക്കിള് സൂക്ഷിച്ച് സിമ്മട്രിക്കലായിട്ട് കണക്ട് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുക. ഈ പൂക്കളം എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി പൂക്കളമാണ്. 6ാമത്തെ ഒരു സർക്കിൾ നമ്മൾ വരച്ചു. അടിപൊളി പൂക്കളമാണ്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പൂക്കളം. പക്ഷേ ഈ പൂക്കളം ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീണ്ടും ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ട് ടോട്ടൽ 7 സർക്കിളാണ് നമ്മൾ അകത്ത് വരച്ചത്. മൊത്തം 8 സർക്കിളാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് സിമ്മട്രിക്കലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വരച്ചെടുക്കുക. കട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് വെച്ചിട്ട് കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു അതുപോലെ കട്ട് ചെയ്യുക. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് അടുത്തതും കട്ട് ചെയ്യുക. ആദ്യം നമ്മളൊരു വര വരച്ചു. 2ാമത്തെ വര കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് ഇങ്ങനെ വരച്ച് വരിക. അത്രേ ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കുക. വീണ്ടും കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും ലൈൻ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി പൂക്കളമാണ്. പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുള്ള കണ്ടാൽ അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു പൂക്കളമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, നമ്മൾ അറ്റത്തും കട്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത്രയും എന്തായാലും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കട്ടിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ടിങ് വരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു വര വരച്ചു. 1, 2, 3, 4, 5 വര നമ്മൾ വരച്ചിട്ടുണ്ട്. 5 വര അതിൻ്റെ ഇടയ്ക്കായിട്ട് കട്ട് ചെയ്ത് വരച്ചു. വീണ്ടും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ആ വര വരച്ചു. ഇത് വര വരച്ചത് എങ്ങനെയാണെന്ന് പറയുന്നത്, നേരത്തെ വരച്ച പോർഷൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു. ആദ്യം നമ്മൾ വരച്ച കട്ടിങ് സ്ട്രെയിറ്റ് ലൈൻ, ഓരോ കട്ടിങ്ങും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുകയാണ്. അപ്പം അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ വരച്ച കട്ടിങ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നു. പൂക്കളം കോമ്പറ്റീഷനൊക്കെ നിങ്ങൾക്ക് ഈ പൂക്കളം ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എടുക്കും, പക്ഷേ നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു നല്ല ഭംഗിയായിരിക്കും ഈ പൂക്കളം ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ നേരത്തെ വരച്ചിരുന്ന കട്ടിങ് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നു. സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നു. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് ഇനി ഒരു സ്ട്രെയിറ്റ് ലൈനോടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഈ സർക്കിൾ കട്ട് ചെയ്ത പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഇനി ആ കട്ടിങ് കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒന്ന് തിക്കായിട്ടൊന്ന് വരച്ചു. അത്രേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സോ കളേഴ്സ് ഉപയോഗിച്ചും നമുക്ക് ഈ പൂക്കളം ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം പൂക്കളം ടീം.